17 സീസണായിട്ടും കപ്പില്ലാത്ത രണ്ട് ടീമുകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 18ാം സീസണിൽ കിരീട പോരാട്ടത്തിൽ ടോപ്പ് 2 ടീമുകളായിട്ട് നിൽക്കുകയാണ്. ഈ 17 സീസണിലും ആ ടീമിനോടൊപ്പം അടിയുറച്ചു നിന്ന, കപ്പിനുമപ്പുറം ടീമിനെ ചേർത്ത് നിർത്തിയ ലോയലായിട്ടുള്ള ഓരോ ആരാധകർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന്. ഇനി ഇവരിൽ ആരെങ്കിലും കിരീടത്തിലേക്ക് എത്തുമോ, അതോ പിന്നിൽ നിൽക്കുന്ന ആരെങ്കിലും കുതിച്ചു കയറുമോ എന്നൊക്കെയുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ പോലും ആദ്യത്തെ ക്വാളിഫയർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നലെ ഞാനൊരു പോൾ ഇട്ടിരുന്നു. ആ ഒരു പോളിൽ ഒരുപാട് പേര് ഇഷ്ടത്തോടുകൂടി പറഞ്ഞത് പോലെ തന്നെ പഞ്ചാബ് RCB ആദ്യത്തെ ക്വാളിഫയർ പോരാട്ടം. ഇവർ തമ്മിലായിരിക്കും കൂടുതൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലേ. ഒരു പക്ഷേ ആ ഒരു ഫൈനൽ പോരാട്ടവും ഇവർ തമ്മിലാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നിൽ നിന്ന് മുന്നിലോട്ട് കുതിച്ച മുംബൈയും, അതുപോലെ തന്നെ മികച്ച ഫോമിൽ കളിക്കാൻ മുൻനിരയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ ഗുജറാത്തും ഏറ്റവും മികച്ച രീതിയിൽ ഫൈനലിലേക്ക് എത്താനും കപ്പടിക്കാനും സാധ്യതയുള്ള ടീമുകളാണ്. പക്ഷേ പഞ്ചാബിൻ്റെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെയും ഈ ഒരു മുന്നേറ്റം സന്തോഷമുള്ളത് തന്നെയാണ്. ഇവരിൽ ഒരാൾ കപ്പ് നേടുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ആസ് എ RCB ഫാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും RCB കിരീടത്തിൽ മുത്തമിടുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത്തവണ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഡു ഓർ ഡൈ മാച്ചുകളിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങളിൽ കളി മറക്കുന്ന ഒരു RCB ഉണ്ട്. ഇപ്പോൾ തന്നെ RCB ഫാൻസിൽ പലരും പറയുന്നുണ്ടായിരിക്കും, അങ്ങനെ കളി മറക്കുന്നവരല്ലല്ലോ നമ്മൾ, പലപ്പോഴും കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് അളന്ന് കീറിയ മത്സരങ്ങളിൽ നമ്മൾ ജയിച്ച് കയറിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ, വിരാട് കോഹ്ലി ഔട്ടായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നാലെ എല്ലാവരോടും ഓടിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇന്നും വിരാട് കോഹ്ലിയുടെ വിക്കറ്റിന് പിന്നാലെ അങ്ങനെ ഒരു പ്രഷറിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംശയത്തിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്നത്തെ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും അതുപോലെ മായങ്ക് അഗർവാൾ കൂടി നൽകി. ജിതേഷ് ശർമ്മ എന്ന കിടിലം പെർഫോമൻസ് ആയിരുന്നു. വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും നൽകിയിട്ടുള്ളത് ഒരു ഗംഭീര തുടക്കവുമായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു ടീമിന്റെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് സാധ്യമാക്കി തന്നത്. ഇനി ഹേസൽവുഡും ടീം ഡേവിഡും ഈ ഒരു ടീമിലേക്ക് എത്തിയാൽ, ഈ ഒരു കോമ്പിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ RCB തീപ്പൊരിയാണ്. പഞ്ചാബിന്റെ ലോക്കൽ ടാലൻസും പഞ്ചാബിന്റെ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റനും എല്ലാവരും കൂടെ ചേരുമ്പോൾ പഞ്ചാബും സെറ്റാണ്. മുംബൈ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ തോറ്റെങ്കിലും എലിമിനേറ്ററിലുള്ള പ്രകടനം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുജറാത്തും മുൻനിര കത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ മധ്യനിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ അവരും ശക്തമായി നിൽക്കും. സോ തീ മാറുന്ന പ്ലേ ഓഫ് മത്സരങ്ങൾ നമുക്ക് കാണാം. ഒടുവിൽ ബാംഗ്ലൂർ കപ്പടിക്കുന്നത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് ആസ് എ RCB ഫാൻ ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ടീം ഏതാണ്? നിങ്ങളുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷകൾ എന്താണ്? കപ്പടിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ പോരട്ടെ. ബട്ട് ഇന്ന് RCBയുടെ ഈ ഒരു വിജയം RCB ഫാൻ എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം ഈ ഒരു ടീമിന് ഒരു താളമുണ്ട്.